പുത്തനങ്ങാടി ഇറങ്ങി വാ. ആണുങ്ങളൊക്കെ പുറകോട്ടേ കയറ്. കയറ് അവിടെ കഴിഞ്ഞോ? പോവാം. ഇവിടെ ചവിട്ടു സഹോദര. എത്രയായി ചേട്ടാ? 16 രൂപ. ഗൗരി, ഇന്ന് കുറച്ച് താമസിച്ചോ? ഒന്നും പറയണ്ട വിനയ. എത്രയെന്നാ പറഞ്ഞേ? 16. ഇതെന്താ ഇത്? 20 രൂപ പ്രിന്റഡ് റേറ്റാ. ബാക്കി 4 രൂപ ചേട്ടൻ തന്നെ കൈ വെച്ചു എന്റെ ഒരു സന്തോഷത്തിന്. ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത്. കാശ് എന്നിട്ട് പോടോ. ചേട്ടൻ ചൂടാവല്ലേ? ഈ പണമായിട്ട് തന്നെ തരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് എന്തെങ്കിലും കിട്ടിയാ പോരെ? ഒന്നുമില്ലല്ലോ, പുസ്തകമല്ലേ, വായിച്ചു വളരും. നിക്കടാ, പൈസ എന്നിട്ട് പോടാ. നീ വായിച്ചു നന്നാവൂ. ആളെന്തായാലും നല്ല ഹാപ്പി ആണല്ലോ. കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടന്നു. ബസ് സ്റ്റാൻഡിൽ വെച്ച് കുറച്ച് പിള്ളേരെ ഒത്തുകിട്ടി. ഗേൾസാ നമ്മുടെ ഫാൻസ്. പിന്നെ കളിയും ചിരിയും അതിനിടയ്ക്ക് പുസ്തക കച്ചവടവും ആകെ കൂടെ ഒരു അരങ്ങ് തന്നെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞ ഇന്നത്തെ കണി കൊള്ളായിരുന്നു സാരം. അത് തന്നെ. ഇങ്ങനെ വല്ലപ്പോഴും ഒരു കോൾ ഒത്തു വരുന്നുണ്ട്. താൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഇതൊക്കെ നിർത്തിട്ട് വേറെ വല്ല ജോലിക്ക് ശ്രമിച്ചൂടെ? ശ്രമിക്കാഞ്ഞിട്ടാണോ? കിട്ടണ്ടേ? പിന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ജോലിയൊക്കെ കിട്ടണ്ടേ? കിട്ടും, കിട്ടാതിരിക്കില്ല. ഇത് പിടിച്ചേ, ലാസ്റ്റ് കോപ്പിയാണ്. അയ്യോ എന്റെ പൊന്നു മോനെ, എനിക്ക് വേണ്ട. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, ഇമാതിരി കാര്യങ്ങൾക്കൊന്നും ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ലെന്ന്. എടോ, കാശിനല്ലോ, ഫ്രീ ആണ് എന്റെ ഒരു സന്തോഷത്തിന്. ഞാനൊരു 2-3 ഫോൺ ചെയ്യും കേട്ടോ. പേടിക്കണ്ടേ, STD ഒന്നും അല്ല, ISD യാ. ചുമ്മാ ലോക്കലാ. താന ഡയറക്ടർ ഇങ്ങനെ. അല്ല, താൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡയറക്ടറെ നോക്കി എങ്ങോട്ടൊക്കെ വിളിക്കുന്നത് കാണല്ലോ. എന്താ അതിന്റെ കാര്യം? ഒരു ചെറിയ സൈഡ് ബിസിനസ്, അത്രേ ഉള്ളൂ. ഇതെന്ത് ബിസിനസ്സാ? എന്നോടും കൂടി ഒന്ന് പറയടോ. ഇതല്ല പണിയില്ല പണി. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, അച്ഛൻ എന്ത് പറയുന്നു? ഹാപ്പിയാണോ? താൻ ഈ ചോദ്യം മാത്രല്ലേ ഉള്ളൂ. വീട്ടിലേക്ക് വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ തിരക്കാറുണ്ട്. വരുന്നുണ്ട്, ഓട്ടനെ വരുന്നുണ്ട്. സംസാരിച്ചേക്കാൻ നേരമില്ല, ചെല്ലട്ടെ. ചെന്നിട്ട് വേണം അടുത്ത കഥയുടെ പണിപ്പുരിയിലേക്ക് കയറാൻ. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? പേപ്പറും മറ്റേ മാഗസിൻസും ഇങ്ങനെ വാരി വലിച്ചിടരുതെന്ന് ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടില്ലേ? എടോ, അക്ഷരം എന്ന് പറയുന്നത് സരസ്വതിയാണ്, സരസ്വതി എന്ന് പറയുന്നത് വിദ്യയാണ്, വിദ്യ എന്ന് പറയുന്നത് ധനമാണ്. ധനം നമുക്ക് ആവശ്യമാണ്. അറിയാല്ലേ? എന്നിട്ടാണ് ഇങ്ങനെ. എന്തും ഞാൻ സഹിക്കും, പക്ഷെ അക്ഷരങ്ങളെ അവഹേളിച്ചാണ്ടല്ല. അത് ഞാൻ സഹിക്കും, പക്ഷെ വാടക തരാത്തോണ്ടല്ലോ, അത് ഞാൻ സഹിക്കില്ല. എടോ, കുടിശ്ശികയെങ്കിലും തന്നു തീർക്കാൻ തനിക്ക് തന്നിരുന്ന കാലാവധി ഇന്നത്തോണ്ട് തീർന്നു. എത്ര മാസത്തെ വാടക തരാനുണ്ട്? എത്ര മാസത്തെ വാടക തരാനുണ്ട്? കുടിശ്ശിക 7 നടപ്പും കൂടി ചേർത്ത് 8 മാസത്തെ. 8 മാസം 7 മാസത്തെ വാടക അതും കൂടി ഇനി തരാനുള്ളൂ. അല്ല, അപ്പൊ ബാക്കി ത്യജിക്കൂ മകനെ. കഷ്ടമാണ്. അടി രാസാത്തി നീ എങ്ക പോച്ച്. ഇത് മലയാളത്തിലേക്കാക്കണം അല്ലേ? അടിപ്രിയെ, എടിപ്രിയെ, നീ എവിടെ പോയി? പൈങ്കിളി. റാസാത്തി നീ എങ്ക പോച്ച്? സർഗശേഷി നശിപ്പിക്കാൻ ഓരോന്ന് വന്നോളൂ. നിന്റെ ഞാൻ സത്യശീലൻ, ഇവിടെ അടുത്തൊരു കോളേജിലെ പ്രൊഫസറാ. പ്രൊഫസർ എന്ന് പറഞ്ഞ PT, ഫിസിക്കൽ ട്രെയിനർ. വിനയചന്ദ്രൻ അതല്ലേ പേര്? കഥകൾ എഴുത്ത് അതാണല്ലേ ജോലി? അതെ. ഇതല്ലാതെ വേറെ ചില സൈഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ട് അല്ലേ? എനിക്കങ്ങനെ പല ബിസിനസ്സും കാണും. സാറ് വന്ന കാര്യം പറ. തനിക്ക് ഈ പ്രേമം ഒരു വീക്ക്നെസ് ആണല്ലേ? ആർക്ക് ആരോട് ഇഷ്ടം തോന്നിയാലും താൻ അതിൽ ഇടപെടും. ഇടപെടേണ്ടി വന്നാൽ ഇടപെടും. എന്നാ എന്നെ ഒന്ന് സഹായിക്കണം. നോ ഒന്ന് പറയരുത് പ്ലീസ്. കേട്ടിടത്തോളം പണി അല്പം കൂടുതലാ. സാരമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് കളയാം. അതിനു മുമ്പ് പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ചേട്ടാ? സാറ് അത്യാവശ്യം മിനിങ്ങിയിട്ടുണ്ടല്ലേ? ലേശം കഴിച്ചിട്ടുണ്ട് ഒരു ധൈര്യത്തിന്. സാർ ഈ റസാഖിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ?
റസാക്കിന്റെ ഇതിഹാസോ ഖസാക്കിന്റെ ഇതിഹാസം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് OV വിജയന്റേത്. ഇത് ഞാൻ വിനയചന്ദ്രൻ എഴുതിയത്. അതില് നായകൻ റസാക്കിനോട് നായിക ആമിന ഇതേപോലെ ഒരു ഘട്ടത്തിൽ പകലല്ല രാത്രിയില് പറയുന്നുണ്ട്, ഇക്കാക്ക വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരം, നിരാശ അതിനേക്കാൾ പെരുത്ത് ഹാനികരം എന്ന്. അതുകൊണ്ട് പറയുക സാർ ഈ വെള്ളമടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ആ? കാര്യം എനിക്ക് ടീച്ചറിന് ഇഷ്ടമൊക്കെ തന്നെയാ. ടീച്ചർക്ക് എന്നോടും താല്പര്യമുണ്ട്. പക്ഷെ കക്ഷി ലേശം മറ്റേതാ. മറ്റേതോ? ഈ അജിതകുമാരി ടീച്ചർ ഞാൻ തന്നെയാ. എന്താ? എനിക്ക് മാഡത്തിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കയറി വരൂ. ഓ താങ്ക്സ്. ഇരിക്കൂ. ഓ ആ എന്താ കാര്യം? അത് ടീച്ചർ ഞാനൊരു കല്യാണാലോചനയായിട്ട് വന്നതാ. ഓ, ബ്രോക്കറാണല്ലേ? ആ, അതേതായാലും നന്നായി. ഇന്നത്തെ കാലത്ത് വൈറ്റ് കോളർ ജോബ്സ് മാത്രം തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കിടയിൽ ഇങ്ങനൊരു ജോലി സെലക്ട് ചെയ്ത തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ തനിക്ക് വന്ന സ്ഥലം തെറ്റി. ഇവിടെ തനിക്ക് പറ്റിയ ആളില്ല. അത് പിന്നെ ടീച്ചറെ ഞാൻ പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല. ഞാനൊരു സാധാരണ ആലോചനയായിട്ട് വന്നതല്ല. ഈ സത്യശീലൻ സാറിൻ്റെ നിങ്ങൾ തമ്മിലുള്ള മുൻകാല ഇരിപ്പ് വശങ്ങളെ കുറിച്ചൊക്കെ സാറിനോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. സാറിന് ഇപ്പോഴും ഈ ബന്ധത്തിൽ താല്പര്യമുണ്ട്, ടീച്ചർക്കും താല്പര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചു. അല്ല, എന്റെ ഊഹം തെറ്റല്ലാന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ടീച്ചർ ഇപ്പോഴും അവിവാഹിതനും സാർ ഇപ്പോഴും അവിവാഹിതയും സാർ ഇപ്പോഴും അവിവാഹിതയും. ഓ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എണീക്കടോ. എങ്ങനെ എണീക്കാൻ. തനിക്ക് പോ. അല്ല ടീച്ചറെ, ഞാൻ ഐ സേ യു പ്ലീസ് ഗെറ്റ് ഔട്ട്. ഓക്കെ. ടീച്ചറെ ഇതുവരെ തീരുമാനം പറഞ്ഞില്ല. അതെ, ഇക്കാര്യത്തിൽ ടീച്ചറാണ് തീരുമാനം പറയേണ്ടത്. ടീച്ചർ അങ്ങനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ തിരിച്ചും രണ്ടുപേരുടെ വീട്ടുകാരത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ സാറിന്റെ വീട്ടുകാർക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം, അവര് കുറച്ച് സ്ത്രീധനം ഡിമാൻഡ് ചെയ്തു. അത് ഇത്ര വലിയ കാര്യമാക്കാനുണ്ടോ? ഇല്ല, കാര്യമാക്കാനില്ല. അത്രേ ഉള്ളൂ. തന്നെ പോലുള്ള ആണുങ്ങൾക്ക് അതൊരിക്കലും കാര്യമാക്കാനാവില്ല. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, അയാൾ സ്നേഹിച്ചത് എന്നെയാണോ എന്റെ പണത്തെയാണോ? അതിപ്പോ സാറല്ലല്ലോ, സാറിന്റെ വീട്ടുകാരല്ലേ? ആയിരിക്കാം. പക്ഷെ സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ പോലും നേരെ ചൊവ്വെ നിവർന്നു നിന്ന് ശരിയും തെറ്റും പറയാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മൈ ഡിയർ കൂട്ടുകാരാ, ഈ ദൂരെ നിന്ന് നോക്കി വെള്ളം ഒലിപ്പിച്ച് സ്വപ്നവും കണ്ടോണ്ട് നിൽക്കാതെ ഉള്ള നേരത്തെ ചെന്ന് മുട്ടാൻ നോക്ക്. ആവർത്തനത്താൽ വിരസമാവാത്തതായി പ്രേമമൊന്നല്ലാതെ എന്തു പാരിൽ. പ്രണയത്തെക്കുറിച്ച് ഇനിയും കവയത്രി ഈ കവിതയിൽ മനോഹരമായി സമർത്ഥിച്ചിരിക്കുന്ന വരികൾ വേറെയുണ്ട്. ഇന്നീ 20-ാം നൂറ്റാണ്ടിന് അന്ത്യമാമി ടീച്ചറെ, എക്സ്ക്യൂസ് മീ. എന്താടോ? ടീച്ചർ തീരുമാനമൊന്നും പറഞ്ഞില്ല. അതിനെന്തിനാ താൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇപ്പൊ വീട്ടുകാരുടെ മുന്നിൽ നേരെ ചൊവ്വെ നിവർന്ന് നിന്ന് സംസാരിക്കാനാവുമെന്ന് സാർ ഇപ്പൊ വന്ന് എന്നോട് പറഞ്ഞു. അത് അപ്പൊ തന്നെ ടീച്ചറോട് പറയാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ടീച്ചറുടെ അഭിപ്രായം അറിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ ചെന്ന് സാറിനോട് പറയാലോ. എന്റെ തീരുമാനം ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറയരുത്. ഇപ്പൊ തന്നെ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരുന്ന കവിത എന്നതാ? പഠിപ്പിച്ചോണ്ടിരുന്ന കവിത എന്നതാടാ? ആവർത്തനത്താൽ വിരസമാവാത്തതായി പ്രേമമൊന്നല്ലാതെ എന്തു പാരിൽ. ആഹാ, മിടുക്കൻ, വെരി ഗുഡ്, സിറ്റ് ഡൗൺ. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രമായോ? നമ്മൾ മുതിർന്നവർ വേണ്ടേ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ?
എന്റെ തീരുമാനം ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും താൻ ഇവിടെ കിടന്ന് പ്രസംഗിക്കാനാണ് ഭാവമെങ്കിൽ ഇനി ഞാൻ എടുക്കുന്ന തീരുമാനം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് പോവാൻ നോക്ക്. ഞാൻ അങ്ങനെ പിന്മാറുന്നില്ല റോയ്. അവൾ എനിക്ക് ഇഷ്ടമാണ്, അത് അവൾക്ക് പറയാം. അവള് തന്നെ പറയും എന്നെ അവൾക്ക് ഇഷ്ടമാണ്. അതും എന്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ചു പറയും. നീ നോക്കിക്കോ. വിനയ, എന്താ താനിവിടെ കോളേജില്? പുസ്തക വിൽപ്പന ഇന്ന് ഇവിടെയാണോ? ഹേയ് ഇല്ല, ഞാനിവിടെ ഒരു ആളെ കാണാൻ വേണ്ടി വന്ന. അല്ല, താനെന്താ ഇവിടെ? ഞാനും ഒരാളെ കാണാൻ വന്നതാ. പിന്നെ തന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഒരുപാട് ആലോചിച്ചു. വിനയൻ എന്ത് കരുതുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയവരല്ലല്ലോ. ആ നിലയ്ക്ക് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. താനീ വളച്ചു കേട്ടാതെ കാര്യം പറയടോ. വിനയനെ അറിയാലോ, സ്വന്തമെന്ന് പറയാൻ എനിക്കാകെ അച്ഛൻ മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായും അത്ര നല്ല അവസ്ഥയിലൊന്നും അല്ല ഞങ്ങള്. വിനയന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാ പറയുന്നത്. ഇനിയിപ്പോ താല്പര്യമില്ലെങ്കിൽ കൂടി നോന്ന് പറയരുത്. വിനയൻ എന്റെ കയ്യിൽ നിന്നൊരു പോളിസി എടുക്കണം. എന്താ? ബൂത്തിലെ വരുമാനം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സൈഡായി LIC ഏജന്റ് വർക്ക് കൂടി തുടങ്ങി. അതുകൊണ്ടാ പറയുന്നത്. അവൾ ഒരു പോളിസി എടുക്കാൻ പറഞ്ഞതിന് താൻ ഇത്ര ഇമോഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ഇന്ന് വരെ ഒറ്റ പോളിസി എടുത്തിട്ടില്ല, എടുക്കുകയില്ല. അതാണ് എന്റെ പോളിസി. പിന്നെ ആ പെണ്ണ് പറഞ്ഞതുപോലെ പോളിസി ഒന്നും എടുത്തില്ലെങ്കിലും നീ അത്യാവശ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പുസ്തക കച്ചവടം എന്ന് പറഞ്ഞ് വേഷം കിട്ടി നടക്കുന്നത് കളഞ്ഞിട്ട് ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്ക്. അങ്ങനെ ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു വേഷവും കെട്ടി നടക്കുന്നത്. എന്നാ ഇനി മുതൽ ആ വേഷം കിട്ട് വേണ്ട. മാന്യമായി ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഞാൻ നിനക്ക് റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ. കോളേജ് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ അയ്യടെ പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നുമല്ല, അതിനൊക്കെ നല്ല യോഗ്യന്മാരായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ എന്ത് ജോലി? ജോലി എന്താന്ന് ചോദിച്ചാല് കോളേജ് ക്യാൻറ്റീനില് ഇങ്ങനെ. അത് ജോലി എന്താണ് എന്നുള്ളതിന്റെ ഉത്തരവല്ലല്ലോ. സൂപ്പർവൈസിങ്ങോ? ആ, എന്നെ പോലത്തെ സാറന്മാരും പിള്ളേരും ഒക്കെ വല്ലതും കഴിക്കാൻ വരും. അവർക്ക് വേണ്ട എന്താന്ന് വെച്ച് ചോദിക്കുക, കൊണ്ടുകൊടുക്കുക. അവർ പോയി കഴിയുമ്പോ ആ ഗ്ലാസും പാത്രമൊക്കെ എടുത്ത് മാറ്റി വെക്കാം. പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ ആ മേശയൊക്കെ ഒന്ന് പതുക്കെ തുടക്കുക. ഇതാണോ സൂപ്പർവൈസിങ്? സപ്ലയർ പണി എന്ന് പറ. ആ, അങ്ങനെയും പറയും. ആ, എന്നെ കൊണ്ട് പറ്റിയാല. എന്റെ പൊന്ന് സാറേ, നാളെ ഈ ലോകം മുഴുവൻ, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിലെങ്കിലും അറിയപ്പെടാൻ ഒരു എഴുത്തുകാരനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എഴുതുന്ന ഈ കൈ കൊണ്ട് മേശ തുടക്കാന്ന് പറഞ്ഞാൽ എഴുതാത്ത ഈ കൈ കൊണ്ട് തുടച്ചാ മതി. പിന്നെ ഈ കാര്യത്തിൽ എന്റെ ഒരു സ്വാർത്ഥത കൂടി ഉണ്ടെന്ന് വെച്ചോ. നമ്മുടെ ടീച്ചറും ഇതേ കോളേജിൽ തന്നെയാണല്ലോ. നീ അവിടെ ഉണ്ടെങ്കിൽ സംഗതി എളുപ്പാവും. ഈ ലൈൻ ക്ലിയർ ചെയ്യാൻ ലൈൻമാൻ കൂടെ ഉള്ളത് നല്ലതല്ലേ? ഷോക്ക് അടിക്കില്ല. അതാണ് കാര്യം. എന്ത് തീരുമാനിച്ചു? തീരുമാനം ചോദിച്ചിന് നീ എന്തിനാ ചിരിക്കണേ? നിനക്ക് ഈ കിളിയാവുണ്ട്. ഞാൻ എന്റെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. സാറ് വായിച്ചു കാണും എന്റെ എന്താ? അല്ല, പൂവ് വീണു എന്ന് പറഞ്ഞ നോവൽ. അതിലെ നായകൻ ഒരു ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ അസ്തിത്വ ദുഃഖത്തിന്റെ ഭാഗമായി ഇതുപോലെ ഒരു ഹോട്ടലിലെ സപ്ലയർ ജോലിക്ക് പോകുന്നുണ്ട്. നോവലും കഥയും അസ്തിത്വമൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ? അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. എന്റെ കഥയിലെ നായകന് പോകാമെങ്കിൽ പിന്നെ എനിക്ക് പോയാൽ എന്താ പ്രോബ്ലം? എങ്കിൽ നീ നാളെ തന്നെ പോന്നേക്ക്. നാളെ കോളേജ് യൂണിയന്റെ ഇനോഗ്രേഷനാ. ക്യാൻറ്റീനിൽ പിടിപ്പത് പണിയുണ്ടാവും. ഞാൻ അപ്പച്ചനോട് പറഞ്ഞേക്കാം. ആരുടെ അപ്പച്ചൻ? ആരുടെ അപ്പച്ചനല്ല, കോളേജ് ക്യാൻറ്റീൻ നടത്തുന്ന ആളുടെ പേരാ അപ്പച്ചൻ.